എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും നമ്മുടെ മനുച്ചേട്ടന്റെ നാടായ ഇടുക്കിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്താ പരിപാടി മനുച്ചേട്ടൻ? ഇന്ന് നമ്മൾ അടപടല് കൊത്തു കിട്ടുന്ന ഒരു ഈച്ചാനെ. എന്ത് ഈച്ച? തേനീച്ചയുടെ തേനെടുക്കാൻ പോവാണ്. പണ്ട് കുത്തുകിട്ടി ഓർക്കുന്നുണ്ട്. 2 ദിവസം കയ്യൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു. കാട്ടി കയറി കുത്തു വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് അല്ല. പക്ഷെ ഇന്നത്തെ തേന്റെ പ്രത്യേകത മനുഷ്യൻ എന്താ പറഞ്ഞറിയോ? ഇന്നത്തെ സംഭവം ഞാൻ പറയാം. എന്താണ് ഇന്നത്തെ തേനീച്ച നമ്മളെ കുത്തുവില കൊമ്പില്ലാത്ത തേനീച്ചയാണ്. ഇന്നത്തെ തേനീച്ച നമ്മളെ കുത്തുവില. അതുപോലെ തന്നെ ഔഷധ ഗുണം കൂടുതലുള്ളതും വളരെ എക്സ്പെൻസ് ആയിട്ടുള്ള നമ്മുടെ ചെറുതേൻ അമ്പോ. ചെറുതേന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 1 കിലോ ചെറുതേന് 3000 രൂപയിൽ കൂടുതൽ വില വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ സാധാരണ പോലെ ഒരു ചെറുതേനീച്ച കൂടോ ചെറുതേനീച്ച കോളനിയോ അല്ല എന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അങ്ങ് മല കയറി കാട് കയറി കാട്ടിലെ പൊത്തില്, അതായത് മരപ്പൊത്തുകളിൽ വളരുന്ന കാട്ടിലെ ചെറിയ തേനീച്ചകൾ വലിയ കോളനി ഉണ്ടാവും അതിന്റെ ഉള്ളില്. അത് നമ്മൾ ഇന്ന് ഹണ്ട് ചെയ്യാൻ പോവാണ് അല്ലെ? അതും മനുഷ്യട്ടൻ 2 വർഷമായിട്ട് റിസർച്ച് ചെയ്ത് എവിടെയൊക്കെ ഉണ്ടെന്ന് കാട്ടിൽ മാർക്ക് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ പൊക്കാൻ പോകുന്നത്. അപ്പൊ മനുഷ്യട്ടാ എങ്ങനെ പരിപാടികൾ ഇനി നമ്മള് നേരെ ഈ തേയിലത്തോട്ടം കഴിഞ്ഞ് അങ്ങ് മുകളിലൊരു മലയുണ്ട്. ചെറിയ മല ആയിരിക്കില്ലല്ലോ. ആ മല കയറി നമ്മളിത് കുറെ തടികൾ കണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ പൊട്ടിച്ച് ഒരു പുതിയ കോളനി സ്ഥാപിക്കാൻ പോകും. ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അധികം പറഞ്ഞ് നമ്മൾ നീട്ടുന്നില്ല, പണികളിലേക്ക് കിടക്കാണ്. അപ്പൊ മനുഷ്യട്ട പോവല്ലേ നമ്മള്? ഇങ്ങോട്ട്. ഓക്കെ. അപ്പോൾ ഇനി മുകളിൽ പോയിട്ട് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. സാധനം നമുക്ക് ഒരുപാട് ചുമന്ന് കൊണ്ടുവരാനുണ്ടാവും. അപ്പൊ എല്ലാവരും കൂടി കൊണ്ടുവരാനായിട്ട് നമ്മ എല്ലാവരും കൂടിയാണ് പോകുന്നത് കേട്ടാ. അയ്യേ, ഈ മനുഷ്യട്ട് മണ്ടനുണ്ടാ. ഇപ്പുറത്തെ കൂടി ഇത് വേറെ വഴിയുണ്ട്. സിമ്പിളായിട്ട് വരാണ് ഇതിൽ കൂടി. എടാ നോക്ക്, അത് കൊടുങ്കൂട്ട അതിൻ്റെ ഉള്ളില്. ഇപ്പുറത്തേക്ക് കൂടി പ്രവി ഇങ്ങോട്ട് വാ. ഇപ്പുറത്തേക്ക് കൂടി സിമ്പിൾ വഴി ഉണ്ടായിട്ട് ഇതേ അതിന്റെ മുകളിൽ കൂടെ ഒക്കെ പഠിച്ചോണ്ട് നീ ഇതിൽ കൂടെ വാട്ടാ. അപ്പൊ ഇനി ഇതേ മുകളിലേക്ക് കുറച്ച് പോകാനുണ്ട്. മുകളിൽ പോയിട്ട് നമുക്ക് തേനെടുക്കുന്ന പരിപാടികൾ നോക്കണം. മച്ചാനെ കൂടെ കയറിപ്പോരെ, നമുക്ക് പൊളിക്കാന്ന്. അപ്പം ഇനി മുകളിൽ ചെന്നിട്ട് കാണാട്ടാ. എന്തായാലും നമ്മുടെ തേനീച്ചക്കൂടെ ഉള്ളിടത്തേക്ക് എത്തട്ടെ, അവിടെ ചെന്നിട്ട് കാട്ടിത്തരാം. അങ്ങനെ നടന്ന് ഇപ്പൊ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും മനുഷ്യട്ടാ? 3-4 കിലോമീറ്റർ നടന്നു. നമ്മള് 3-4 പോരട്ടെ, തള്ളണതോ നമ്മളോട് കുറച്ചുള്ളൂ എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ വരില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും ഇനിയൊരു 1/2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു മരത്തില് ചെറുതേനീച്ചയുടെ കൂട് നമ്മൾ കാണും. എന്നിട്ട് നമ്മളിത് പൊക്കുകയും ചെയ്യും. വാ. ദുഷ്കരമായ യാത്രയാണ് മോനെ, ദുഷ്കരമായ യാത്രയാണ്. അയ്യോ, ക്യാമറ ഇപ്പൊ പ്രവീൺ മച്ചാൻ ക്യാമറയും കൊണ്ട് അങ്ങ് തൊട്ടി പോയനെ. കേറിപ്പോക്കോ. എന്റെ അമ്മ, മാറിക്കൂടാ. എന്റെ അമ്മി എഴുപ്പോ പോയനടാ നിങ്ങള്. ഇത് മറ്റേ ലവ് പ്രാണിയല്ലേ? 2 കൂടി മൂടും ചേർത്ത് പോണത്. അത് വെറൈറ്റി പ്രാണി. അത് അവര് മൂടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചിട്ട് പോവാ. എന്റെ അമ്മി മടുത്തോന്നോ? ഇനി വയ്യ ഒരു അടി വെക്കാൻ. 3-4 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. രവി നിങ്ങ പോയി വെട്ടിട്ട് വാടാ. ഞാൻ പോയടാ. അത്രയ്ക്കും മടുത്തോ? പിന്നെ നമുക്ക് പണി അവസാനിപ്പിക്കാം. ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ചെറുതേൻ. കണ്ടോ? ഇതിനാണല്ലോ ഇത്ര ഡ്രാമ കളിച്ചേ. എവിടെയാ കണ്ടുപിടിച്ചേ? പറഞ്ഞേ, എവിടെ ഇതിനെവിടെയുണ്ട്? എവിടെയാ ഒന്ന് പറഞ്ഞേ, കണ്ടുപിടിച്ചേ പറ. ഈ മരത്തേൽ എവിടെയാ ഒന്ന് പറഞ്ഞേ, കണ്ടുപിടിച്ചേ. കൊത്തരുത്. ഇത് മാളത്തിന്റെ ഉള്ളിലാണോ? ഈ മരത്തെ സാധനം ഉണ്ട്, കണ്ടുപിടിച്ച് പറയാവോ? ഈ മരത്തേൽ ഒരിടത്തുണ്ട്. കിട്ടിയടാ. അതേടാ പ്രവി, സാധനം കിട്ടി. വാ വേമ്പാ. ഇപ്പൊ തേനീച്ച പോണത് കാണാം. വാ. ഇപ്പൊ കണ്ടോ, ഈ കാണുന്ന മരത്തിലാണ് നമ്മൾ തേനീച്ചയുടെ കൂട് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ അപ്പുറത്തൊക്കെ വലിയ മലകളാണ്. ശരിക്കും ഒരു മലയുടെ ഇടുക്കിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് ഷും എന്ന് പറഞ്ഞൊരു പോക്കായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കൂടാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ചെറുതേനീച്ചയുടെ മരത്തിലുള്ള കൂടെ. അപ്പം നമ്മൾ 2 വർഷമായിട്ട് തിരയുമായിരുന്നു ചെറുതേനീച്ച എവിടെ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അവസാനമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഈ ഒരു മരത്തിലാണ്. അപ്പം ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് ഇതാ തേനീച്ച പറക്കുന്നുണ്ടല്ലോ. ഈ തേനീച്ചയുടെ പ്രത്യേകത, ഈ തേനീച്ച കുത്താൻ കഴിവില്ലാത്ത ഒരേ ഈച്ച ഇതാണ് ചെറുതേനീച്ച.
അപ്പോൾ ഈ മരത്തിൻ്റെ ഇത്ര ഉള്ളൊരു പീസാണ് നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത്ര ഉള്ളൊരു പീസ്. ഈ മരമാണ് നമ്മളിത് വെട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെയാണ് ചെറുതാൻ കിടക്കുന്നത്. കണ്ടല്ലോ, നമ്മൾ ഡേഞ്ചറായ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പണി തുടങ്ങല്ലേ സത്യേട്ടാ? ചേട്ടാ പണി തുടങ്ങല്ലേ നമ്മള്? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് അറക്കാം. സത്യേട്ട പൊന്തല്ലല്ല. മച്ചാനിപ്പോ പോയേനെ. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിക്കണേ. പോയിട്ടില്ലല്ല. സത്യേട്ടന് ഇപ്പൊ നമ്മളെ വിട്ട് താഴെ പോയേ കൊക്കയിലേക്ക്. നമ്മുടെ തേനീച്ചക്കൂട് താഴേക്ക് പോയി. ക്യാമറ സേഫ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, പച്ചത്തടി ആയതുകൊണ്ട്. ഇനിയിപ്പോ താഴെ കൊക്കയില് പോയി നമ്മൾ അങ്ങനെ അതിവിദഗ്ധമായി നമ്മുടെ മരം നമ്മൾ മുറിച്ച് അതിവിദഗ്ധമായി നമ്മുടെ തേനീച്ചക്കൂട് മുറിച്ച് കൊക്കയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കൊക്കയിൽ പോയി എടുത്തിട്ടുണ്ടല്ലോ. സത്യേട്ടൻ തെങ്ങാണോ തേങ്ങയാണോ എന്നറിയാതെ അതെ. നമ്മുടെ എല്ലാ പതയും വന്നു കേട്ടോ. ഇനി വരാൻ പതകളില്ല. ഇത് മറ്റേ കുരിശുമായിട്ട് പോകുന്ന പോലെ ആയല്ലോ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചാട്ടാ, കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്താൽ അത് കറക്റ്റായിട്ട് പറഞ്ഞോളും. അങ്ങനെ കാലത്ത് മുതലുള്ളൊരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഓരോരുത്തരുടെയും തോളത്ത് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. മല കയറി വെട്ടിയെടുത്ത നമ്മുടെ തേനീച്ചക്കൂടുമായിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ മച്ചന്മാരെ ഇന്നലെ കാട് കയറി നമ്മുടെ തേനീച്ച കൂടുകളൊക്കെ വെട്ടി വന്നപ്പോ സമയം കുറച്ച് വൈകിയല്ലേ? ഇവിടെ യുദ്ധം തുടങ്ങിയിട്ടാ. നമ്മുടെ തലയുടെ മുകളിൽ നടക്കുന്നത് വൻ യുദ്ധമാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ പരിചയമില്ലാത്ത ഒരു 6 കോളനിക്കാരെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങോട്ട് കെട്ടി തൂക്കിയേക്കാണ് ഓരോ കൂടുകളും. അപ്പൊ ഇതിന്ന് പുറത്തേക്ക് വന്ന കുറച്ച് ഇതിന്റെ കൂട് സൂക്ഷിപ്പുകാരും ടീംസ് ഉണ്ട് അല്ലെ? ഏത് കൂടാണ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ യുദ്ധം കൂടി തീർക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ ഈ കാണുന്നത് കേട്ടാ. അപ്പൊ മനുഷ്യേട്ടാ, ഇന്നാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മള് കാട്ടിൽ നിന്ന് ഹണ്ട് ചെയ്ത് കൊണ്ടുവന്ന നമ്മളുടെ ഒരെണ്ണം കെട്ടി തൂക്കിയിട്ടില്ലല്ലേ? അവര് തന്നെ മെഴുക് വെച്ച് നമ്മൾ അടച്ചു. ഓ, അത് അവര് തന്നെ തുറന്നു അല്ലേ? ഇവിടെ നോക്കി, ഇന്നലെ മെഴുക് വെച്ച് അടച്ചതായിരുന്നു. അവര് തന്നെ ഹോൾ ഉണ്ടാക്കി പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നമ്മൾ ഈ വെട്ടി മുറിച്ചെടുത്ത ഈ കൂടുകളുടെ ഉൾവശം എന്താണ് നമുക്കറിയില്ല. അപ്പൊ അത് നമ്മളൊന്ന് തുറന്ന് ആ തേനെടുത്ത് നമ്മളുടെ ഈ കൂടിനെ വേറൊരു രീതിയിലേക്ക്, വേറൊരു പുതിയ കോളനി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇനി നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങാണ്. മനുമോനെ, നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങിയാലോ? ഓ, ഇത് എന്തിനാ തുണി കെട്ടിയാർന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവിടെ മുറിച്ചപ്പോ എവിടെയോ ഒരു ചെറിയ ലീക്ക് വന്നിട്ട് കുഞ്ഞന്മാര് ചാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെഴുകൊന്നും മുറിഞ്ഞായിരുന്നു അല്ലേ? തേനുണ്ടല്ലേ? അടിപൊളി അടിപൊളി. ഒളിഞ്ഞു നോക്കിട്ട് പോകുന്നുണ്ട്. നമ്മള് മുറിച്ചപ്പോ ഇത്തിരി കേറിപ്പോയി, അതുകൊണ്ട് കണ്ടാ അവിടെ ഒത്തിരി മുറിഞ്ഞ് തേനുള്ള ഭാഗമാണ്. അവിടെ നീച്ചക്കുട്ടന്മാര് വന്ന് നോക്കി നോക്കി പോകുന്നുണ്ട്. അപ്പൊ ചെറിയൊരു വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുകളില്. ഇനി നമ്മൾ ആപ്പ് വെച്ചത് പൊളിക്കാൻ പോവാണേ. ഓക്കെ,
അയ്യോ പഞ്ചറായി. എടാ പ്രവി കൂട് പഞ്ചറായടാ. ദേ തേൻ ഒലിച്ചു തുടങ്ങി പുറത്തേക്ക്. അയ്യോ എടാ റാണി കൂട്ടിലെ റാണി. ദേ റാണീച്ച നമ്മ തുറന്നു കഴിഞ്ഞപ്പോ താഴേക്ക് വീണതാന്ന് തോന്നണു. ദേ ചെറുതേനീച്ചയല്ല വരത്തൂല്ല. കണ്ട ഈ റാണീനെ കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാട്. പക്ഷെ പണി കിട്ടും, എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് റാണീനെ. ദേ ഇതാണ് റാണി. കണ്ട സാധാരണ ഈച്ചയുടെ വലുപ്പവും ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ചെറുതേനീച്ചയുടെ റാണിയെ കണ്ടുപിടിക്കലാണ് ശരിക്കും പറഞ്ഞ പണിയാട്ടോ. ഇത് നമുക്ക് എളുപ്പത്തിൽ കിട്ടിയെന്നല്ലേ. അപ്പൊ റാണീച്ചേനെ ഒരു തീപ്പെട്ടി സേഫ് ആയിട്ട് ഈ ഒരു തീപ്പെട്ടി കൂടിനുള്ളിലകത്ത് ഇങ്ങനെ വെക്കാം. ആഹാ സേഫ്. ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ലാസ്റ്റ് നമ്മുടെ കോളനിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാന്നല്ലേ. അങ്ങനെ ദേ വെട്ടിപ്പൊളന്ന നമ്മുടെ കൂട് ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. അധികം പണിയെടുക്കേണ്ട റാണിന് നേരത്തെ കിട്ടില്ല. പൊളിച്ചു കഴിഞ്ഞപ്പോ തന്നെ റാണിനെ കിട്ടി. ഇനിയിപ്പോ ദേ നമ്മുടെ കൂടങ്ങ് തുറക്കാണ്. ഇതാണ് നമ്മുടെ തേനീച്ചക്കൂട്. തടിയുടെ ഒരു പൊത്തൊക്കെ അല്ലേ, തടിയുടെ പൊത്ത്. നമുക്കിത് എങ്ങനെ ഇനി തുറന്നെടുക്കാം? ഇതൊക്കെ തേനാണ് തോന്നുന്നു. തേനാണ്. ഇങ്ങനെ പൊക്കാൻ പറ്റുമോ? ഒരു പാത്രം വരട്ടെ, എന്നിട്ട് കാട്ടിത്തരാട്ടോ. എടുക്കട്ടെ ഞാൻ. ഓ ഇത് തേൻ കട്ടയാണ് ഇത്. കണ്ടോ? ഓ ഇപ്പൊ നമ്മ ഈ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് സെറ്റ് ആക്കി എടുക്കണോ അല്ലേ? ഓ ദേഹം നോക്കിയാ എന്റെ കയ്യിലിരിക്കണതില്ലേ, കട്ടിത്തേനാണ്. കട്ടിത്തേൻ. കണ്ട ഇതിന്റെ ഉള്ളില് കുറച്ച് തേനീച്ച കുഞ്ഞന്മാരുണ്ട്. ഇവരൊക്കെ നമുക്കൊന്ന് മാറ്റാം. നമ്മുടെ അടയിലുള്ള ചെറിയ മരത്തിന്റെ പീസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മള് തേനട മാത്രം എടുക്കുന്നുള്ളൂ. കുഞ്ഞി തേനീച്ചക്കുട്ടന്മാരെയൊക്കെ മാറ്റാം. മരത്തിന്റെ പീസുകൾ പൊടികളൊക്കെ മാറ്റാട്ടാ. എന്റെ പൊന്നോ പൂമ്പൊടി അല്ലേ അത്. ഈ കട്ടയുടെ ഉള്ളിലില്ലേ നല്ല ചെറു തേനാണ്. അപ്പൊ ഈ പാത്രത്തിലേക്ക് മാറ്റില്ല നമ്മള്. പൂമ്പൊടി എന്താണ് ടേസ്റ്റ്? ഒരു ഭയങ്കര ഹൈ പ്രോട്ടീനാ. ഇതൊരളവിൽ കൂടുതൽ കഴിച്ചാലും നമുക്ക് പ്രശ്നങ്ങൾ വരും. ഇനി മാറ്റാല്ലേ തേനി. ശ്രദ്ധയോടെ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാന്നല്ലേ. കണ്ടുപിടിച്ച് ഓരോ കോളനിയിലും ഓരോ സെക്ഷനുകളുണ്ട്. മുട്ട ഇത് മുട്ടയാണല്ലേ. ഇത് നമ്മൾ കേടുപാടുകൾ വരുത്താതെ തന്നെ അതൊക്കെ ശ്രദ്ധയോടെ എടുക്കാം. അപ്പൊ ഈ മനുഷ്യേട്ടൻ ഇന്ന് നമ്മുടെ ആ ഒരു കാട്ടിൽ നിന്ന് ഹണ്ട് ചെയ്ത് കൂടിനെ പുതിയ കോളനി ആക്കാൻ പോകുന്നത് ഈ കാണുന്ന ഇല്ലി പെട്ടിയിലാണ്. അതായത് നമ്മുടെ കല്ലമോളില്ലേ, അതിനെ രണ്ടായിട്ട് പൊളന്നിരിക്കുന്നതാണ്. അപ്പൊ ഇതിലേക്കാണല്ലോ നമ്മൾ ഇനി മാറ്റാൻ പോകുന്നത്. അതെങ്ങനെയാണ് നോക്കാട്ടോ. അപ്പൊ ആദ്യം പൊളിച്ചു വെച്ചിട്ടുണ്ട് ഞാന്. എന്റെ അമ്പോ ഇത് നോക്കി പൂമ്പൊടി അടയായിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചേക്കാണ്. അത് പൊട്ടാതെ എടുക്കണോ അല്ലെ? പൊട്ടാതെ നമുക്ക് എടുക്കാം. വളരെ ശ്രദ്ധയോടെ നമുക്ക് എടുക്കണം. സെറ്റ് ചെയ്ത് കുറച്ച് ചെറിയ ഡാമേജുകളൊക്കെ അവര് തന്നെ പാച്ച് വർക്ക് ചെയ്തോളൂ അല്ലേ പിന്നീട്. ഫുള്ള് തേന്റെ അടയല്ലേ അത്. തേനൊക്കെ ലീക്കായി പോണ അവിടുന്ന്. അതെന്താ ഇത്? ഇത് മുട്ട. കണ്ട പുതിയ ഒരു അരി പോലെ ഇരിക്കുന്നത് കണ്ട. അത് ഇനി കുഞ്ഞി പുതിയ ഈച്ചകൾ വരാനുള്ള മുട്ടയാണ്. ഇവര് ഇച്ചിരി മൂത്തോരാണ് തോന്നുന്നു ഇപ്പുറത്തിരിക്കുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്ത് പോളനാണ്. ഈ കാണുന്നതൊക്കെ പോളനാണ്. നമ്മുടെ പൂമ്പൊടിയാണേ. ഇവിടെ നിന്നാ ഒലിക്കുന്നു നോക്കിയടാ ഞെക്കുമ്പോ. ഇതില് കുറച്ച് മരപ്പൊടിയൊക്കെ ഉണ്ട്. ഇത് നമ്മള് പ്രോപ്പർ വെയിലെടുത്താലേ അല്ലേ, അതുകൊണ്ട് ഉണ്ട്. എന്നാലും ഞാൻ ഇപ്പൊ തന്നെ എന്റെ അമ്മോ അടിപൊളി. ആ ഒരു കൺസിസ്റ്റൻസിയും ഒഴുകി തന്നെ ഉണ്ടോ അതിന്റെ ഒരു നല്ല ഇതാണ് നാച്ചുറൽ ചെറുതേൻ. അതിലിച്ചിരി നമ്മളിപ്പോ എടുത്തപ്പോ വന്ന മരപ്പൊടികളാണ്. അതൊരു നാച്ചുറൽ കൂടാണല്ലോ, എല്ലാം നാച്ചുറൽ അല്ലേ. നമ്മളിത് തേനെല്ലാം ഇങ്ങോട്ട് എന്ത് ടേസ്റ്റ് ആടോ. അങ്ങനെ ദേ വലിയൊരു പണിക്ക് ശേഷം ദേ നമ്മുടെ പൂമ്പൊടീനെ അവിടെ നിന്ന് പൊക്കിയെടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ കോളനി സെറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ഇതിനെ വെക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇല്ലിക്കൂടിൻ്റെ ഉള്ളിലാണ്. ചെറിയ ഇല്ലിക്കൂടും വലിയ പൂമ്പൊടിയും. ആഹാ കണ്ട ആ ഒരു സെറ്റിംഗ് പ്രൊസീജിയർ നോക്കിക്കോട്ടെ. ഒരു സൈഡിൽ പുതിയതായിട്ട് വിരിഞ്ഞിറങ്ങാനുള്ള കുഞ്ഞി തേനീച്ചകളുടെ മുട്ടയാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പോളൻ, അതായത് നമ്മുടെ തേനീച്ച കുട്ടന്മാരുടെ പൂമ്പൊടി ശേഖരണം, അതായത് അവർക്ക് വേണ്ട ഭക്ഷണം അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും നമ്മൾ കുറച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. മുഴുവനായിട്ട് വെക്കേണ്ടി വരും നമ്മളിത്? പകുതി വെച്ചാൽ മതി. ഓക്കെ. അവർ ഒരു പുതിയ കോളനിയിലേക്ക് വരുമ്പോൾ അവർക്ക് റിസോഴ്സ് ഒന്നും ഇല്ലാതിരിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്
ഇങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ വെച്ച സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് വിരിഞ്ഞ് പുതിയ കുഞ്ഞന്മാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ട ഇതൊക്കെ ഇതിപ്പോൾ നമ്മുടെ കൺമുൻപിൽ വെച്ച് വിരിഞ്ഞ് വരുന്നതാണ്. എന്താല്ലേ അടിപൊളി. പിന്നെ ശ്രദ്ധയോടെ മുട്ട ഡാമേജ് ആകരുത്, വളരെ ശ്രദ്ധയോടെ. ഇതെല്ലാം വിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം. എല്ലാം ലൈവ് കളിയാ. ഇനി ഇതേ തേൻ്റെ ഒരു പീസ് കൂടി വെക്കുകയാണ്. ഇത് എന്തിനാണ് നമ്മൾ തേനും കൂടി വെച്ച് കൊടുക്കുന്നത്? ഇവര് വിരിഞ്ഞിറങ്ങി കഴിയുമ്പോൾ ഭക്ഷണം വേണം. ഭക്ഷണം വേണം അല്ലേ? പൂമ്പൊടിയുടെ പോലെ തന്നെ തേനും കഴിക്കുമല്ലോ അവര്. പിന്നെ അടിപൊളി, അവരുടെ ഭക്ഷണമാണ്. ശരിക്കും ഇത് അവരുടെ ഭക്ഷണമാണ്. അടിപൊളി. ഇത് നോക്കി, ഇത്രോ ഐറ്റംസ് നമ്മൾ ഒരു ഇല്ലിക്കൂടിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി? ഇനി നമുക്ക് ഇതിനെ അടച്ച്, അതിന് മുമ്പ് ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, എന്താണ് മെയിൻ ആളെ വിട്ടില്ല, റാണി. മെയിൻ മുതലാളിയെ നമ്മളിപ്പോ ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥയായി. നോക്കിക്കോട്ടെ, ഇവിടെ ഉള്ള തേനീച്ച കുട്ടന്മാരെ വെച്ച് നോക്കുമ്പോ റാണീനെ നമ്മള് റാണി എത്തിയിട്ടുണ്ട് മോനെ. റാണിയൊന്ന് ഇത് എന്റെ സാമ്രാജ്യമാണോ എന്നൊക്കെ നടന്നു നോക്കുള്ളൂ. റാണീനെ നമ്മൾ നേരെ മുട്ടയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും അല്ലേ? കുഞ്ഞിതാണ് കേട്ടോ റാണി. നോക്കി, മറ്റേ തേനീച്ചകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുഞ്ഞിതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടയ്ക്കാമല്ലേ. അങ്ങനെ ദേ നമ്മുടെ ഇല്ലികളെ രണ്ടും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ വെച്ച ഇല്ലിക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഇവർ ദേ വഴി കണ്ടുപിടിച്ച് എല്ലാ തേനീച്ചകളോട് കയറി പോവാണ് കേട്ടോ. അടിപൊളി. ഇതേ കണ്ട, ആ ഒരു വാതിൽ കണ്ടുപിടിച്ച് അവർ പുതിയ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞൻ തേനീച്ചകൾ. മറ്റേ തടി പോലെ അല്ലല്ലേ? കൂട് ഭയങ്കര പ്രൊഫഷണൽ കൂടല്ലേ? ഇതില് വേറെ മിക്സിങ് കാര്യങ്ങളും ഇതല്ലേ തേൻ വരുന്നത്. അങ്ങനെ നമ്മുടെ രണ്ടാമത് പൊളിച്ച കൂട് ഭയങ്കര നീറ്റാണ് അല്ലേ? അതായത് ഓരോ രീതിയായിരിക്കും. നല്ല തടിയാണ്. അപ്പൊ അതിൻ്റെതായ ആ ഒരു രസം കൂടിനുണ്ട് കാണാനായിട്ട്. അടിപൊളി ഷേപ്പൊക്കെ, അടിപൊളി, രക്ഷയില്ല. അപ്പൊ എന്തായാലും ഇതിനെ നമ്മൾ വേറൊരു തടിപ്പെട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണല്ലേ. കാട്ടുതടിയിൽ നിന്നും കിട്ടിയ അതേ രണ്ടാമത്തെ കൂടും തടിപ്പെട്ടിയിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതേ തേനീച്ചയുടെ മുട്ടയും അതുപോലെ പൂമ്പൊടിയും തേനും എല്ലാം വെച്ച് അത് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ആഹാ, ഇതേ നോക്കിയേ, മണിച്ചേട്ടൻ തേൻ പിഴിഞ്ഞെടുക്കുമ്പോൾ വരുന്ന കണ്ട ചെറുതേൻ. അത് നല്ല നല്ല കാട്ടിൽ മരപ്പൊത്തിലുണ്ടായ ചെറുതേനാണേ. ഇതേ കണ്ട, മരപ്പൊത്തിൽ നിന്ന് തേനെടുത്തിട്ട് ഒലിച്ച് വരികയാണ്. ഓ, ഇനിയുണ്ട് തേൻ. എങ്ങനെയുണ്ട്? ഇതിന്റെ ഫീൽ ഇത് ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ എന്നല്ലേ? കണ്ട കണ്ട, കാട്ടിൽ നിന്ന് മുറിച്ചെടുത്ത മരത്തടിയിൽ നിന്ന് വന്ന തേൻ. തടിപ്പെട്ടി അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതേ ചെറുതായിട്ട് മെഴുക അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാണ്. അവർക്കുള്ള പുതിയ കൂടാന്ന് ഉള്ള ഒരു ധാരണ അവർക്ക് കിട്ടും. അങ്ങനത്തെ നമ്മുടെ മനുഷ്യട്ടൻ നമ്മുടെ കാട്ടിൽ നിന്ന് ഹണ്ട് ചെയ്ത നമ്മുടെ തേനീച്ച കൂടിനെ ഇല്ലിപ്പെട്ടിയിലേക്ക് ആക്കി വേറൊരു എക്കോസിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഇത് നമ്മൾ തേനിപ്പോഴും എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടാ, അത് നമ്മൾ വിട്ടു വെറുതെ നമ്മള് ഇതുണ്ടോ ഇതിനെ നമ്മള് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ എങ്ങും കാണാനില്ല തേനീച്ച ഏരിയ നമ്മളിത് കെട്ടിത്തൂക്കാൻ പോവാ. ഇവിടെ വന്നിട്ട് തേനീച്ചപ്പെട്ടി ഇല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത് വിചാരിച്ചത്. നമ്മുടെ വലുതേന്റെ പെട്ടി നമ്മൾ ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ടോ വന്നപ്പോ. പക്ഷെ ഇവിടെ വന്നതിന്റെ ചെറുതേനീച്ചയുടെ തെറ്റി. എന്നോടും 2 വർഷമായിട്ട്, 2 വർഷമല്ല 4 വർഷത്തോളമായിട്ട് ഈ പ്രോജക്റ്റിന്റെ പുറകെയാണെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ നല്ല സെയില് പോകുന്ന കാര്യം എനിക്ക് അറിയാം. ചെറുതേനീച്ച, തേനീച്ചയുടെ തേൻ. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു തേൻ പെട്ടി പോലും ഞാൻ കണ്ടില്ല. എന്താ പരിപാടി? എവിടെയാണ്? എവിടെ സാധനം? എവിടെ? അതാണ് അടിയിലേക്ക് നോക്കിയേ. എവിടെ? അടിയിലേക്ക് നോക്ക്. ഒരാളെയും കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കാണല്ലേ. എങ്ങനെയുണ്ടാ ഇതിന്റെ അടി കണ്ടാ നിങ്ങൾ? എന്റെ പൊന്നോ, നമ്മളെ വീടൊക്കെ പണിയുമ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വരുമാന മാർഗം. സൺഷൈഡ് അല്ലല്ലോ, നമ്മുടെ പാരപ്പറ്റിന്റെ ഇത് കെട്ടിയേക്കണില്ലേ ഇവിടെ. അതായത് ഹാൻഡ് റെയിൽ കെട്ടിയേക്കണതിന്റെ അടി അറ്റം തുടങ്ങി അങ്ങ് നോക്കണേ അറ്റം വരെ. അതുപോലെ തന്നെ തേനീച്ച ഇതുണ്ടാ, ഇന്ന് നമ്മള് സെറ്റ് പിരിക്കാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തറയിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതില് പൈപ്പ് വന്നിട്ടുണ്ടല്ലോ. ഇത് നോക്കിയേ, പൈപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതില് മെഴുകി ഇങ്ങനെ വെച്ചിട്ട് വെച്ചേക്കും. ഇപ്പൊ ഇവർക്ക് കൂട് കൂട്ടാന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കും. അതായത് ഈ പെട്ടി പിരിഞ്ഞാലും ഇതിന്റെ ഉള്ളിൽ ചെന്ന് കയറും. എന്നിട്ട് നമ്മൾ കെണിക്കൂട് വെക്കും. എന്റെ പോന്നു, ഇത് 1, 2 അല്ലട്ടാ. ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അറ്റം വരുത്. എത്ര എണ്ണമാണിത്?
ഇത് എത്ര നാളത്തെ പണിയത്? ഇത് ശരിക്കും ഒരു 8 വർഷത്തെ പണിയാണ്. 8 വർഷത്തെ പ്രൊജക്റ്റ് ആണ്. അതുപോലെ നമ്മൾ പലയിടത്തും പെട്ടികളും വെച്ചിട്ടുണ്ട് സൈറ്റിൽ. 8 വർഷത്തെ പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളത്. ഇവിടെ നമുക്ക് നേരത്തെ സ്ഥലത്തുണ്ട്. ഇന്ന് അവിടെയും കാട്ടിത്തരാം. എന്റെ പൊന്നു. അപ്പൊ ഇവിടെ നമ്മളിത് കെട്ടി തൂക്കാൻ പോവാണ്. ഇവിടെ നമ്മളിത് കെട്ടി നോക്കാൻ പോവാം. അപ്പൊ എന്തായാലും കെട്ടി തൂക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് വിശേഷങ്ങൾ നോക്കാട്ടോ. അപ്പൊ ഇത്ര അധികം പെട്ടികൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇത് 1-2 ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കൂട് തന്നെ ഒരു വർഷത്തിൽ 2ആയിട്ട് പിരിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒന്നായിട്ട് പിരിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു കൂടിനെ നമുക്ക് 2ആക്കി മാറ്റാനായിട്ട് പറ്റും. അതേപോലെ എത്രയോ നാള് പണിയെടുത്തിട്ടായിരിക്കും ഇതുപോലെ കൂട് സെറ്റാക്കി എടുത്തിട്ടുണ്ടാവാ. മനുഷ്യട്ട് ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ വേറൊരു ഇല്ലിപ്പെട്ടി ഇരിക്കുന്നുണ്ട്. എത്ര നാളായി? നല്ല വെയിറ്റ് ഉള്ളതാട്ടോ. നല്ല വെയിറ്റ് തുടക്കത്തിലുള്ള നല്ല ഇല്ലി, മൂത്ത ഇല്ലി. ഓ, നല്ല വെയിറ്റ് ഉള്ള കൂടി. ഇതിനുള്ളിൽ ഇപ്പൊ തേനായിട്ടുണ്ടാവോ? അതില് ഫുള്ള് തേനുണ്ട്. ഇതുകൂടി എടുത്താലോ? കാണിക്കട്ടെ, ഇതുകൂടി എടുക്കാം നമുക്ക്. എന്തായാലും കൂടുകൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് ഇല്ലിക്കൂടാണ്. ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും? ഇത്രയും വലിയ ഇല്ലിയുടെ ഉള്ളില് എന്ത് സെറ്റപ്പിലാണ് കൂടുണ്ടാവെന്ന് അറിയണ്ടേ? നമ്മുടെ ഇല്ലിപ്പട്ടിയൊക്കെ പൊളിച്ചാലോ? പൊളിക്കാം. ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കും. ഈ ഇല്ലി ഉണ്ടല്ലോ, നല്ല മൂത്ത ഇല്ലി ഞാൻ വെട്ടിയത്. 40 വർഷം ഇല്ലി ഉണങ്ങി പോകാൻ നേരത്ത് 40 വർഷം പഴക്കമുള്ള 40 വർഷം കഴിയുമ്പോ ഇല്ലി ഉണങ്ങിപ്പോകും. മറ്റേ അരിപൂത്ത് അന്നേരം വെട്ടിയെടുത്ത ചോട് വെട്ടിയെടുത്ത നല്ല കണ്ടോ. ഇല്ലിയാണ്. അപ്പൊ നമ്മളിത് തുറക്കാനുള്ള പണിയാട്ടോ. തിക്കി നമുക്ക് തുറക്കാം. തുറന്ന് കഴിയുമ്പോ മച്ചാനെ എന്താണ് കാഴ്ച കണ്ടോണം കേട്ടോ. നല്ല പുട്ട് കുറ്റി പോലെ ഇരിക്കും. ഓ, തുറക്കുവാണ്. കാഴ്ച തന്നെയാട്ടാ പ്രവി. നോക്കിയടാ, ആഹാ, ഇത് നോക്ക് നീ. എന്റെ അമ്മേ, കണ്ടോ തേൻ? കണ്ടോ? തേനാണത്. പുട്ടുകുറ്റി പോലെ ഒരു മുളങ്കൂടിന്റെ ഉള്ളിൽ നോക്കിയേ, പുട്ടുകുറ്റി പോലെ തേനാണ്. ഇവിടുന്ന് പറഞ്ഞു വരുന്നുണ്ട് ഈ സൈഡായിട്ട്. ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ ഫുൾ ഒറ്റ ലൈനല്ലേ? ഓ, കാണാൻ എന്താ രസം. അപ്പൊ മനുഷ്യേട്ടാ എടുക്കല്ലേ? ഓക്കെ. അപ്പൊ ഇത് പറഞ്ഞ പോലെ നല്ല പുട്ടായിട്ട് ഇരിക്കണം നമ്മുടെ തേൻ. ആഹാ, ഓ, കണ്ട അതിങ്ങനെ തട്ടിയൊക്കെ ഇടുകയാണ്. ശരിക്ക് നല്ല പുട്ടുകുറ്റിയില് പുട്ടിരിക്കണ പോലെ. ആയി, ചെറുതേനിങ്ങനെ എന്തോ ഒരു ഈച്ചകളുടെ പണിയാണല്ലേ നമ്മൾ മോഷ്ടിച്ചെടുക്കണേ. അതെ, ആ അഭിമാനം മുഖത്ത് കാണാം. വാവ്, അടിപൊളി. ഇനിതേ ഫ്രഷ് തേൻ നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കണം. കാണിച്ചു തരാട്ടാ. കണ്ട, ഓ വാവ്, കണ്ട. രുചി എന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല. ഫ്രഷ് ഹണി. മുതലാളിക്ക് തന്നെ കൊടുക്കട്ടെ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊളി സാധനം. അങ്ങനെ ദേ അറ്റത്തെ പുട്ടും നമ്മൾ കുത്തിയെടുക്കുകയാണ്. പറഞ്ഞു പുട്ടിൻ്റെ കഥയല്ലേ. ആയ് നോക്കി, ആ തേനിൻ്റെ അട ഇങ്ങനെ വലിച്ചിട്ട് കഴിയുമ്പോൾ അതിൽ നിന്നും കുറേ തേൻ വരും. ദേ സൈഡിൽ നിൽക്കുന്ന തേനുകളെല്ലാം നമ്മൾ എടുക്കുകയാണേ. തടിപ്പെട്ടി കൂട് തുറക്കുന്നതിന് മുമ്പായിട്ട് തേനീച്ചകളെ കളക്ട് ചെയ്യാണ്. ഇനി നമുക്ക് വൻ പ്രതീക്ഷയുള്ള പെട്ടികളാണ് നമ്മൾ തുറക്കുന്നത്. മനുവിൻ്റെ 5 വർഷത്തെ കാത്തിരിപ്പാണ് സാറേ. അല്ല, ഇത് നമ്മൾ എല്ലാ വർഷവും എടുത്താട്ടോ. എന്നാലും ആയ്, അടിപൊളി. ദേ പൂമ്പൊടി, തേനീച്ച, തേൻ, ഔ, മുട്ട, അങ്ങനെ മൊത്തത്തിൽ നിറഞ്ഞു കുത്തിയിരിക്കുകയാണ്. ആഹാ, അടിപൊളി. നോക്കിയേ, പുട്ട് കുത്തിയ പോലല്ല, ഇത് വേറെ മൂഡ്. അമ്പോ. ഈ ഒരു പെട്ടിയിൽ നിന്ന് കിട്ടിയ തേന് കൂടി ഇതേ നമ്മൾ കളക്ട് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ചെത്തിയിടുകയാണ് കേട്ടോ. എന്ത് രസമാണ് നോക്കിയാൽ വീഴുന്നത് കാണാൻ തന്നെ. അങ്ങനത്തെ ഏകദേശം ഒരു 2 മണിക്കൂറോളം അല്ലേ നമ്മളിപ്പോൾ ഇത് നല്ല വെയിലത്ത് വെച്ചേക്കാണ്. ഇപ്പൊ ഇതിൽ നിറച്ച തേനുണ്ടായിരുന്നതൊക്കെ ചുരുങ്ങി. ഇതിപ്പോ ഒരു 6-7 പെട്ടി നമ്മൾ എടുത്തു അല്ലേ? അത്ര പെട്ടി എടുത്തിട്ട് നമുക്ക് ഓ, ഇതിന്ന് വന്ന തേനാണ് കേട്ടോ അടിയില്. അതൊന്ന് പൊക്കി കാണിച്ചേ. ഇതിന്റെ ഉള്ളിൽ ദേ ആ വെയിലത്ത് വെച്ച് കഴിഞ്ഞപ്പോ തേൻ ഇങ്ങനെ വന്ന് വീണിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇനിയും കുറെ പ്രൊസീജിയറുകൾ ഉണ്ടല്ലേ, ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ. ഡബിൾ ബോയിൽ ചെയ്തിട്ട് നല്ലപോലെ ഫിൽട്ടർ ചെയ്യും. ഡബിൾ ബോയിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ റഫായിട്ട് ഒന്നുകൂടെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്ത് ക്ലിയർ ആക്കി ജലാംശം
മൊത്തം കളയും. അടിപൊളി. ഇല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വെക്കും. വെയിലത്ത് വെക്കും. വെയിലത്ത് വെക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വെയിലത്ത് വെക്കുന്നത് വലിയ പോസിബിൾ അല്ല. ഓക്കെ, ഡബിൾ ബോയിൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. വേറൊരു കാര്യം, 7 കൂടോളം തുറന്നിട്ട് ആകെ നമുക്ക് ഇത്രയും തേനേ കിട്ടിയിട്ടുള്ളൂ. അതും വർഷത്തിൽ ഒരിക്കൽ ഇത്ര തേൻ കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഡിമാൻഡ് കൂടുന്നതും എക്സ്പെൻസ് കൂടുന്നതും അല്ലേ? പൂക്കളുടെ തേൻ എടുക്കുള്ളൂ. ഇപ്പൊ വൻ തേനീച്ച എന്ന് പറയുന്നത് റബ്ബറേല് തേൻ എടുക്കുന്നത്. ചെറുതേനീച്ച ചെറിയ തുമ്പപ്പൂവ്, കുഞ്ഞ് അവർക്ക് എടുക്കാൻ പറ്റിയ കുഞ്ഞു പൂവിന്ന് മാത്രം എടുത്ത്, അതാണ് ഇതിന് ഇത്ര. അതുമല്ല എയർ ഡിസ്റ്റൻസിലോ 300 മീറ്റർ അത്രയും ദൂരത്തിലുള്ളിടത്തു നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇതിന് വിളവെടുപ്പുള്ളൂ. അങ്ങനെ മച്ചന്മാരെ ഇന്നലെ മല കയറി മരം വെട്ടി ഹണ്ടിങ് കഴിഞ്ഞ് അതിൽ നിന്നുള്ള തേനെടുത്തു. അതുപോലെ തന്നെ മനുച്ചേട്ടൻ 5 വർഷത്തെ ഒരു ബിഗ് പ്രോജക്റ്റ് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞ 8 വർഷത്തെ ബിഗ് പ്രോജക്റ്റ് ആണ് നമ്മൾ ആ താഴെ ഇറങ്ങിയപ്പോ കണ്ടത്. സത്യം പറഞ്ഞാൽ അത് കാണുന്ന പോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മുടെ വീടിന്റെ തറകളിൽ നിന്നും അതുപോലെ മരത്തിൽ നിന്നൊക്കെ കെണിക്കൂട് വെച്ച് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, ആരും നമ്മളെ സഹായിച്ചില്ല. അന്ന് എനിക്ക് നല്ല വാശിപ്പുറത്ത് ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യമാണ്. അത്ര പെട്ടികൾ സെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ചുമ്മാ ഒരു പെട്ടിയിൽ തേനീച്ച വന്ന് കൂടുകൂട്ടെന്ന് വിചാരിക്കണ്ട. സാധാരണ വൻതേൻ പോലെ അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇവർക്ക് വേറെ എക്കോസിസ്റ്റം ആണ്, ഇവരെ പരിപാലിക്കുന്നത് വേറെ രീതിയാണ്. അത്രയ്ക്ക് കെയറിങ് കൊടുത്താൽ മാത്രമേ ആ കൂടുകൾ അവിടെ നിൽക്കുകയുള്ളൂ അല്ലേ. അത് അത്രയും കൂട് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നും അല്ല. ഏകദേശം ആ തേനീച്ചനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് എനിക്ക് ഏകദേശം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഇത്രയും തേനൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും സ്വർണ്ണം ഉണ്ടാക്കിയെടുക്കണതിൻ്റെ ആ ഒരു മൂല്യം നമ്മൾ കാണണം. അതിനുള്ള സാധനമാണിത്. സത്യം പറഞ്ഞാൽ പൈസ വെച്ച് നോക്കുകയല്ല, അതിന്റെ വിലമിതിപ്പ് നോക്കുകയാണെങ്കിൽ സ്വർണത്തിനേക്കാളും മൂല്യമുള്ള ഒരു സാധനമാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് ഔഷധമാണ് അല്ലേ, പല മരുന്നുകൾക്കും വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സാധനം എക്സ്പെൻസീവ് ആയിട്ട് നിൽക്കുന്നത്. അവൈലബിലിറ്റി കുറവാണ്. ഏറ്റവും കുറഞ്ഞ 3000 രൂപ റേഞ്ചിലൊക്കെയാണ് കിലോ. നമ്മള് 2800 ഒരു റേഞ്ചിലാണ്. കാരണം നമ്മള് കൊടുക്കുമ്പോ ഒരു ഇതുകൂടി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമ്മള് ഇന്നലെ വന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മലയുടെ മുകളിൽ പോയി നമ്മള് എന്താ പറയാ തേനീച്ചയുടെ കൂട് കണ്ടുപിടിച്ചു, ഹണ്ട് ചെയ്ത് കൊണ്ടുവന്നു. അതിനെ ഇവിടെയുള്ള പെട്ടികളിലേക്ക് മാറ്റി. വലിയൊരു പ്രൊസീജിയർ തന്നെയാണ്. അത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് 100% അത് സക്സസ് ആക്കി എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. പക്ഷെ മനുഷ്യട്ടനൊക്കെ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അതിന്റെ പൾസ് അറിയാൻ പറ്റും. പിടിക്കും. അത് എന്താ പറയാ ഒരു എക്സ്പീരിയൻസിലൂടെ കൂടി കിട്ടുന്നത് കൂടിയാണ്. അങ്ങനെ ഒരുപാട് പണികൾ കഴിഞ്ഞ അവസാനം കുപ്പികളിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ തേൻ അല്ലെ. അപ്പൊ ഒരുപാട് പേർക്ക് ചെറുതേൻ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ വിശ്വസിച്ച് എവിടെ നിന്ന് വാങ്ങണം എന്നുള്ള കാര്യം അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹിൽ ടോപ്പ് ഹണി നമ്മുടെ മനുഷ്യന്റെ സ്വന്തം ബ്രാൻഡാണ്. പരസ്യം ചെയ്യണമെന്ന് വിചാരിക്കേണ്ട, കാരണം ഒരുപാട് പേർക്ക് നല്ല സാധനങ്ങൾ കിട്ടണം താല്പര്യമുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങളിത് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഒരു 3000 രൂപയ്ക്കൊക്കെ നിങ്ങൾ ചെറുതേൻ കൊടുക്കണം എന്ന് പറയും. പക്ഷെ അതൊന്നും ഒറിജിനൽ ആവണമെന്ന് ഞാൻ ഉറപ്പ് പറയില്ല. കാരണം നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തവരെ നമ്മൾ ഉറപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ വന്ന് ഞാൻ ഈ പ്രൊസീജിയറൊക്കെ കണ്ടുകൊണ്ട് എനിക്കറിയാം ഇത് കൃത്യമായിട്ട് എങ്ങനെ വരുന്നു, ഇവിടെ അതിനുള്ള സോഴ്സ് എവിടെ നിന്നാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്ക് പറ്റി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതന്നെ ആവശ്യം വരണമെങ്കിൽ ഫസ്റ്റ് കൺസിഡറേഷൻ ഇവിടേക്ക് കൊടുത്തു. കാരണം ഞാൻ കണ്ടതാണ് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്, അതിനുള്ള എഫേർട്ട് എത്രത്തോളം മനുഷ്യൻ എടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ മനുച്ചേട്ടാ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളുടെ പ്രേക്ഷകരിലേക്ക് മണിച്ചേട്ടന്റെ ഒരുപാട് എഫേർട്ട് എടുത്ത ഈ ഒരു വീഡിയോ നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചാല്. ഇത് നോക്കിയേ, ഇതെന്താണ് സംഭവം? ഞാൻ ഇത് വന്നപ്പോ കണ്ടാണ് ഈ ടാങ്ക്. നമ്മൾ പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹീറ്റ് കൊടുക്കും. വളരെ 60 ഡിഗ്രി ചെറിയൊരു ചൂട് കൊടുത്ത് അതിന്റെ അകത്തെ ജലാംശം എല്ലാം ക്ലിയർ ചെയ്യണം. തേൻ നമ്മുടെ തേൻ പുളിച്ചു പോകും. ഇല്ലെങ്കിൽ വെയിലത്ത് ഒരു 2-3 ദിവസം വെച്ചാലും മതി. പക്ഷെ അതിലും നല്ലത് നമുക്ക് കടകളിലേക്ക് എല്ലാം കൊടുക്കേണ്ടതാണ്. ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പ്രൊസീജിയർ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അതിനുള്ളിൽ ചെറിയ രീതിയിൽ മെഴുകൊക്കെ ഉണ്ടാവുന്നുണ്ടാവില്ല. മെഴുക് വരും. നമ്മൾ അരിപ്പയില് 2-3 പ്രാവശ്യം അരിച്ചൊക്കെയാണ് ചെയ്യുന്നത്. എങ്കിലും അതിന്റെ അകത്തെ മെഴുക് തേനിന്റെ അകത്ത് വരും. അപ്പം അത് ശരിയാകാത്തോണ്ട് നമ്മളിതില് പ്രോസസ് ചെയ്തിട്ട് ഈ ബാരലില് ഇതില് നിറയ്ക്കും. വാട്ടർ ടാങ്ക് ആണ്. ഇതില് നമ്മൾ ഒഴിച്ചു വെക്കും. ഒഴിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ തണുത്തിട്ടാട്ടോ ഇതിലേക്ക് മെഴുക് അംശങ്ങളെല്ലാം മുകളിലേക്ക് വരും. അപ്പൊ അടിയിൽ നിന്നാണ് നമ്മൾ ടാപ്പ് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ ടാപ്പ് ചെയ്തതിന്റെ അടിയിൽ വെച്ചിട്ട് ടാപ്പ് ചെയ്താണ് ഈ കുപ്പികളിലേക്ക് നിറച്ചെടുക്കുന്നത്, നമ്മളെ ഷോപ്പിലേക്ക് എത്തുന്നത്. അപ്പോ 100% വിശ്വസിക്കാം സംഭവം നമ്മുടെ കയ്യിൽ വന്ന് ചീത്തായി പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അത് മനുഷ്യന്റെ ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി സാധനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മനുച്ചേട്ടന്റെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴെ
കമൻറ്റ് ബോക്സിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്പർ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് വിശ്വാസ്യത വന്നിട്ട് വാങ്ങിയാൽ മതി അല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മനുഷ്യേട്ടാ ഒരുപാട് സന്തോഷം നമ്മളുടെ എംഫോടെക് ടീമിനോടൊപ്പം ചേർന്ന് ഈ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റി. എന്താണ് ചെറുതേനീച്ചയുടെ കൂട്, അതെങ്ങനെയാണ് അവർ റൂൾ ചെയ്യുന്നത്, എല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. വീഡിയോ ലെങ്ത് ആയി പോകും, ഒരു പരിധിയില്ലേ. അപ്പൊ എന്തായാലും മനുഷ്യേട്ടൻ നമ്മൾ നിർത്താണ് അല്ലെ. ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ മറക്കണ്ട, മനുഷ്യേട്ടനെ കോൺടാക്ട് ചെയ്ത് സാധനം അതിപ്പോൾ ചെറുതേനാണെങ്കിലും വൻതേനാണെങ്കിലും ഓണക്കച്ചക്കയാണെങ്കിലും ഈന്തങ്ങപ്പൊടി ആണെങ്കിലും പനംപൊടി ആണെങ്കിലും പിന്നെ എന്തൊക്കെയുണ്ട് ഇതൊക്കെ പൂവപ്പൊടി ഇതൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ കിട്ടണമെങ്കിൽ മനുഷ്യനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സാധനം കയ്യിൽ കിട്ടും. 100% നാച്ചുറൽ, അല്ലാണ്ട് വേറെ കെമിക്കൽസ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും മനുഷ്യൻ്റെ കൂടെ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ എന്നും കൂടി ഞാൻ എൻ്റെ തന്നെ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നമുക്ക് ദിക്ഷയിൽ ക്യാമറമാൻ പ്രവീൺ അതുപോലെ മനുഷ്യേട്ടനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.